ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരാവേശം നെഞ്ചിലേറ്റി ചൊവ്വൂരിൽ ലോകകപ്പ് ആരവം. ചേർപ്പ് പി.വി. സദാനന്ദൻ സ്മാരക ജനസേവന സമിതി ഒരുക്കിയ ലോകകപ്പ് ഫുട്ബോൾ തത്സമയ പ്രദർശനമാണ് കാണികളെ ആവേശത്തിലാഴ്ത്തിയത്. ലോകകപ്പ് ആരവം എന്ന പേരിലാണ് ചേർപ്പ് പി.വി. സദാനന്ദൻ സ്മാരക ജനസേവന സമിതി ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുടെ തത്സമയ ബിഗ് സ്ക്രീൻ പ്രദർശനം ഒരുക്കിയത്. തത്സമയ ബിഗ് സ്ക്രീൻ പ്രദർശനം ഗീതാഗോപി എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. എന്നറിയാം, ഇന്ന് ഫൈനൽ മത്സരത്തിലേക്ക് നമ്മൾ കടക്കുക. സ്പെയിൻ ഉണ്ടാവും ആരാധകർ, ജർമ്മനി ഉണ്ടാവും ആരാധകർ, അർജന്റീന ഉണ്ടാവും, ബ്രസീൽ ഉണ്ടാവും. വളരെ വാശിയേറിയ മത്സരങ്ങളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ലോകകപ്പിന്റെ അവസാന ദിവസം. പോരാട്ടങ്ങളെല്ലാം ആവാം, അതിൽ വിജയധീരമായി വരുന്നതുവരെയാണ് രാജാവ് എന്ന് പറയുന്നത്. അതിൽ നമുക്കിന്ന് കാണാൻ 12 മണിക്ക് ശേഷം പി.വി. സദാനന്ദേട്ടൻ ജനസേവന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ നാടിന് വേണ്ടി സമർപ്പിക്കുകയാണ്. ഞാൻ പറയുകയാണെങ്കിൽ ജില്ലയിൽ വിവിധ മേഖലകളിൽ നിന്ന് പോലും ഈ സഹായം ഞങ്ങൾക്ക് തരുമോ എന്ന് ഞാനുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുടുംബങ്ങൾ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാന ഘട്ടമാണ് രോഗശയ്യയിലാവുക എന്ന്. ഒരു മുറിയും ഒരു ബാക്കറ്റാഴ്ചയുടെ റൂമും ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. ഒരു മുറിക്കുള്ളിൽ കഴിയുന്ന ജീവിതങ്ങളാണ് നമ്മുടെ എല്ലാം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ, അവിടെയാണ് അവശരായവരെയും നടക്കാൻ പറ്റാത്തവരെയും ഏറ്റവും അവസാന ഘട്ടത്തിൽ കിടക്കുന്നവരെ ഒരു ആശ്വാസം എന്നോണം ഈ ജനസേവന കേന്ദ്രം ഒരു കയ്യൊപ്പായി മുന്നോട്ട് പോയിട്ടുണ്ട്. സമിതി പ്രസിഡന്റ് വി.എം. വിനോദ് അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥിയായ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി. ലഹരിക്കെതിരെ ഗോൾ എന്ന പരിപാടി ചെന്നൈ എഫ്.സി. താരം അഭിനന്ദ് ഭൂപേഷ് ഉദ്ഘാടനം ചെയ്തു. പി.വി. സദാനന്ദൻ സ്മാരക ജനസേവന സമിതി ഭാരവാഹികളായ പി.എസ്. സനന്ദ, എം. നാരായണദാസ്, എ.വി. സഹദേവൻ, പി.എ. ഷമീർ എന്നിവർ സംസാരിച്ചു. ലോകകപ്പ് പ്രവചന മത്സര വിജയിയെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. വിജയിക്ക് 1001 രൂപ ചടങ്ങിൽ സമ്മാനിച്ചു.